വാടാനപ്പള്ളിയിലും തൃത്തല്ലൂരുമുണ്ടായ 2 വാഹനാപകടങ്ങളിൽ 9 പേർക്ക് പരിക്കേറ്റു. വാടാനപ്പള്ളി സെന്ററിന് വടക്ക് മരണവളവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനാണ് പരിക്കേറ്റത്. മണലൂർ സ്വദേശി കിടങ്ങൻ വീട്ടിൽ 20 വയസ്സുള്ള ആൽബിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ തൃശൂർ മദർ ആശുപത്രിയിലെത്തിച്ചു. ആൽബിന് കാലിനാണ് സാരമായി പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 2:45 അപകടം. ഇവിടെ തന്നെ ബുധനാഴ്ച രാത്രി കാറിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2.5 വയസ്സുകാരി മരിച്ചിരുന്നു. തൃത്തല്ലൂർ KTS പ്ലാന്റിന് സമീപം കാറും ടെമ്പോയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്കാണ് പരിക്കേറ്റത്. കാറിലുണ്ടായിരുന്ന ഒറ്റപ്പാലം പാലോട് റോഡ് സ്വദേശികളായ കട്ടായൽ വീട്ടിൽ 49 വയസ്സുള്ള ഷറഫുദ്ദീൻ, ഭാര്യ 48 വയസ്സുള്ള ആമില, 47 വയസ്സുള്ള അഷ്കർ അലി, മകൻ 23 വയസ്സുള്ള മുഹമ്മദ് അമൽ, ഓട്ടോറിക്ഷ ഡ്രൈവർ ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി പുതിയ വീട്ടിൽ 38 വയസ്സുള്ള സിയാഹുൽ, ടെമ്പോയിലുണ്ടായിരുന്ന ഇടുക്കി ഉപ്പുതോട് സ്വദേശികളായ പേടത്താണി ഹൗസിൽ 48 വയസ്സുള്ള സജി, പെരുമാൻകുണ്ടിൽ ഹൗസിൽ 41 വയസ്സുള്ള റോബിൻസ്, ഇടുക്കി പറക്കോട് സ്വദേശി കുമ്പുളി ഹൗസ് 52 വയസ്സുള്ള സാജൻ ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ സഹചാരി സെന്റർ ആംബുലൻസ് പ്രവർത്തകർ ടോട്ടൽ കെയർ ആംബുലൻസ്, ഡീകോഡ് ആംബുലൻസ്, വൺ വേ ആംബുലൻസ് എന്നിവയിലായി ചേറ്റുവ ഫോണിക്സ് മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 2:50 അപകടം. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം നിലച്ചു. വാഹനങ്ങൾ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് വഴിയും നടുവിൽക്കര പ്രിയദർശിനി റോഡ് വഴിയുമാണ് കടത്തിവിട്ടത്.